ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ സമയം 6 മണി. ഞാൻ ഈ 6 മണിയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. ചിക്കു രാത്രി കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാനങ്ങനെ രാവിലെ എണീക്കാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറിയാണ്. രാത്രി കിടന്നപ്പോൾ ലേറ്റായി. വിഷസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടന്നപ്പോൾ ലേറ്റായി. ഞാൻ ഈ മെല്ലെ സംസാരിക്കുന്ന കാരണം വേറെ ഒന്നുമല്ല. അവിടെ ഒരുത്തൻ കിടന്ന് ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഫോണ് കുറച്ച് നേരം എൻ്റെ കയ്യിൽ കാണുള്ളൂ. ഞങ്ങളിപ്പോൾ രാവിലെ എണീച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അമ്പലത്തിൽ പോകണം. അവിടെ ഇങ്ങനെ ശരിയല്ലേ, അമ്പലത്തിൽ പോയിട്ട് വരണം. ചിക്കുട്ടിനെ കൊണ്ടുപോകണ്ടെന്നാണ് ഇതുവരെയുള്ള പ്ലാൻ. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അവൻ എണീച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകണം. അഭിയേട്ടൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി. അഭിയേട്ടന് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയപ്പോൾ ഉദ്ദേശമില്ല, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും. അപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് റെഡി ആയി നിൽക്കാനാണ് പറഞ്ഞത്. 6:37 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെഡിയായി. 7 മണി എന്ന് പറഞ്ഞത് 7:30 ഇറങ്ങുമ്പോൾ. എന്നിട്ടാ 4 വർഷത്തെ എക്സ്പീരിയൻസിനെ പറ്റി പറയൂ. എന്തൊരു ചിരി മാത്രം പറ. 4 വർഷത്തെ എക്സ്പീരിയൻസ് പറ. എന്തെങ്കിലും എന്തുവാ ഇത്? അങ്ങനൊന്നല്ല പറ. നോ വേർഡ്സ് എന്നല്ല, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാനാ പറഞ്ഞ, അല്ലാതെ 1 വേർഡ് ആൻസർ അല്ല ഞാൻ തന്നെ. ഈ 4 വർഷം പോയതന്നെ അറിഞ്ഞില്ല. എന്ത് ഓർക്കാന്? സമയം പോയത് അറിഞ്ഞില്ല. യു മീൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അടുത്തുള്ളപ്പോ സമയം പോയത് അറിഞ്ഞില്ല. എന്റെ കൂടെയുള്ള ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. നമ്മള് റെഡിയാക്കിട്ട് കുറേ ഡൗൺസ് ഒന്നുമില്ലായിരുന്നു. കുറേ അപ്സും കുറച്ച് ഡൗൺസും എല്ലാം ശരിയായി വന്നു. പടിപടി ജീവിക്കുന്നുണ്ട്. ചിക്കു വന്ന പിന്നെ ലൈഫ് ഒന്നുകൂടെ അടിപൊളിയായി. പക്ഷെ ചിക്കു ഇല്ലാതെ എന്തോ പോലെ പ്രശ്നങ്ങൾ ഓർക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ചിക്കു വന്നു പിന്നെ. അതെ, ഞാനിങ്ങനെ ടൗണിൽ പോയിട്ട് ഇങ്ങനെ കുശാലാർ പോയിട്ട് ഒരു 1 hour 1.5 hour. എന്നാലും ഇപ്പം ഇങ്ങനെ കാറിൽ പോകുമ്പോൾ എനിക്ക് ചിക്കുനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അവൻ എണിച്ച രാവിലെ അവന് മൂഡ് ശരിയാവാത്തതിൻ്റെ പ്രശ്നമൊന്നും അവനില്ല. എണപ്പിച്ച് കൊണ്ടുകൊണ്ട് രാവിലെ ഈ കുളിപ്പിച്ചിട്ട് തണുപ്പത്ത് എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട്, അല്ലാതെ അവന് സീനൊന്നും ഉണ്ടാവില്ല. അവൻ എണിക്കുമ്പോൾ ഈ രാവിലെ സമയമില്ലാത്ത സമയത്ത് എണിപ്പിക്കുമ്പോൾ ഒരു കരച്ചിലേ ഉണ്ടാവുള്ളൂ. പിന്നെ എണിച്ച് കാറിൽ പോകുന്നൊക്കെ പറഞ്ഞ ആൾ റെഡിയാ. അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഹൊസ്കോട്ടെ നമ്മൾ ഇന്നലെ വിളിച്ച് പായസത്തിനൊക്കെ പറഞ്ഞായിരുന്നു അവിടുത്തെ ശാന്തിയോട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗണപതി കൃഷ്ണൻ്റെ അമ്പലം. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ടും വെഡിങ് ആനിവേഴ്സറിക്ക് മുടക്കാതെ 3 വർഷം ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി പൂമാല ഇടലുണ്ട്. മുത്തപ്പനും പിന്നെ വേറൊരാൾ, ആർക്കെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ ശാന്തി പറഞ്ഞതാണ്, ഇങ്ങനെ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും മുത്തപ്പനും പിന്നെ വേറെ ഏതോ ദൈവത്തിനും കൂടി പൂമാല ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി ഹാപ്പി ഫോർ എവർ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ 3 വർഷം തെറ്റാതെ കൊടുത്തു, ബാംഗ്ലൂരിലും ഇവിടെയൊക്കെ ആയിട്ട്. ഈ വർഷം ഇപ്പോൾ ഇവിടെ ഹൊസ്കോട്ടെ പോയിട്ട് സമയമുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കുശാലനാടോട്ട് പോകുന്ന അടുത്ത് ഒരു മുത്തപ്പമ്പലമുണ്ട്. സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വിഷ്ണുചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞല്ലോ, ബാംഗ്ലൂർ നമ്മൾ വിളിച്ച് പറഞ്ഞു. അവിടെ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് വല്യമ്മയുടെ വീടുണ്ട്. അപ്പം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു മാല കൊടുത്തേക്കാൻ. അങ്ങനെ 3rd വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഇവിടെ പോയി കൊടുത്തു. അപ്പോൾ ഈ അമ്പലത്തിൽ പോയിട്ട് മാല കൊടുക്കാമെന്നാണ് പ്ലാൻ. ഇപ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ. പോകാൻ പറ്റുമായിരിക്കും. ഇവിടെ പോയിട്ട് പെട്ടെന്ന് തൊഴുതിറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമായിരിക്കും. ഞങ്ങൾക്ക് മിസ്സാക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഒരിത്. ഇപ്പോൾ പൂമാല മേടിച്ച് കൊടുക്കാം ഒരു വിശ്വാസം. അപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ട് കാണാം അല്ലേട്ടാ. അപ്പോൾ നമ്മൾ അമ്പലത്തി സ്വാമിമാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ദൈവത്തിൻ്റെ പാട്ട്
അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി 7 കോള് വന്ന പേര് 7:30 എത്തിയത് നമ്മളിപ്പോൾ അമ്പലത്തിൽ. 8:30 ആവാനായി. അമ്പലത്തിൽ പൂജയായി, നല്ല ഭംഗിയായിട്ട് പൂജയായി, എല്ലാം നല്ല വൃത്തിയായിട്ട് തൊഴുതല്ല കേട്ടോ. നമ്മൾ നല്ലൊരു പൂജയായിരുന്നു. നല്ല പൂജയായിരുന്നു. ഇത് നമ്മുടെ സ്ഥിരം കുടുംബക്ഷേത്രം പോലെയാ ഈ ശാന്തി ആയാലും അമ്പലമായാലും നമ്മൾ സ്ഥിരം എല്ലാത്തിനും വരുന്ന അമ്പലമായത്. വിശുദ്ധ മാല മേടിക്കാൻ പോവാണ്. നമ്മളത് മുത്തപ്പ അമ്പലത്തിൽ ഇങ്ങനെ കൊടുക്കണമെന്ന്. ഞാൻ പൂ മേടിച്ചിട്ട് വന്നു. കുറേ സമയം എടുത്തു. ചേഞ്ച് ഇല്ലായിരുന്നു അവിടുത്തെ പൂജ ലേറ്റ് നമ്മൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ തൊഴുതില്ല. 8:30 വരെ ഉള്ളൂന്ന് തോന്നുന്നു. അവിടുത്തെ അമ്പലത്തിൽ നമുക്ക് ലേറ്റ് ആയല്ലോ, അല്ലെങ്കിൽ നമുക്ക് വരായിരുന്നു. അതായിരിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ അമ്പലത്തിൽ പൂമാല വെച്ചു. വൈകിട്ട് ശാന്തി വരുമ്പോൾ വിചാരിച്ചു ഇതെവിടുന്ന 2 പൂമാല എന്ന്. വൈകിട്ട് എന്തായാലും എടുത്ത് വെക്കുമല്ലോ, സമാധാനം. വൈകിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ല. എനിക്ക് ട്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ട്യൂഷൻ പിള്ളേരൊക്കെ വിടുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു സമയമാവും. അതാ വൈകിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയ ഒരു മസാല ദോശ നിർബന്ധം. അപ്പം നമ്മളെ പോകുന്ന വഴി ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടില്ല, രാഘവേന്ദ്ര കഫേ രാഘവേന്ദ്ര വെജ് റെസ്റ്റോറൻറ്റ് ആണോ എന്തോ. അപ്പോൾ അവിടെ പോയി മസാല ദോശ കഴിച്ചിട്ട് വീട്ടിൽ പോകാം. ടെമ്പിൾ ഡേറ്റ് എത്ര മൈന കാണുന്നില്ല. സ്പാരോ അല്ല, മൈനാസും ഉണ്ട് സ്പാരോസും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. പുതിയതായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ വിശാൽ നഗർ. ഇങ്ങനെ നിസർഗധാമൻ്റെ നിസർഗധാമയുടെ ഓപ്പോസിറ്റ് ക്യൂബിക്സ് റെസ്റ്റോറൻറ്റ് ക്രൗൺ, ക്യാപ്റ്റൻ ക്രൗണിൻ്റെ അടുത്ത്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ പാലട പായസം റെഡിയായി നേരത്തെ റെഡിയായി. അവരുടെ ഓഫീസിൽ പോയത് കൊണ്ട് ഇപ്പോൾ റെഡിയായ പോലെ കാണിക്കുന്നതല്ല, എൻ്റെ ട്യൂഷൻ പിള്ളേർക്ക് കൊടുക്കാം. നമ്മൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് പിള്ളേർക്ക് കുറച്ച് പായസം കൊടുക്കാൻ വെച്ചിട്ട് ചൂടാക്കുന്നത്. ഐശ്വര്യ ട്യൂഷൻ പിള്ളേർ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? കാണിച്ചു തരാം. ഇന്ന് കുറേ ട്യൂഷൻ പിള്ളേർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ചിക്കു അവരൊക്കെ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യുന്നു. സ്ഥിരം വരാറില്ല. എന്തായി യാരോ എന്റെ പിള്ളേർക്ക് കൊടുക്കാം. ഇന്ന് കുറേ എണ്ണം വന്നിട്ട് ഞാൻ എല്ലാവരും വരുമെന്ന് വിചാരിച്ച പായസം. ചിക്കോട്ടേക്കില്ല, ചിക്കോട്ടെ കുർത്തക്കടാക്കണേ. നമ്മ വെഡിങ് ആനിവേഴ്സറി താങ്ക് യു. ಅವನು ಜಾತ್ರೆಗೆ ಹೋಗ್ತಾನೆ. ಚಿಕ್ಕುನ ತರ ವೆಯ್ಟ್. ಥ್ಯಾಂಕ್ ಯು. ನಿಕ್ಕ ಚಿಕ್ಕುನ ತರ 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 ಬಾ ಚಿಕ್ಕುನ ತರ. ಚಿಕ್ಕುನ അവിടെ തരും. അവിടെ ബാബാ ബಾ ತರ മമ്മ ತರ.
സ്വിമ്മിംഗ് പൂൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മൾ അമ്മനുമന റിസോർട്ട്സ് എന്ത് റാബിറ്റ് ഹോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഡിന്നറിനൊക്കെ റിവ്യൂ പറയാൻ നമ്മളൊന്നും ഒന്നുമല്ല, അതുപോലത്തെ നല്ല ഫുഡായിരുന്നു. അപ്പൊ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ എൻ്റെ മുഖത്ത് എന്തോ വലിയ മാറ്റം. അപ്പൊ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ഡ്രസ്സായത് ഒരു മാച്ചിങ്. അപ്പൊ നമ്മുടെ വീഡിയോ ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.